So mark your attendance now. Please mark your attendance and we are going to start our second sem. Okay. Nammade listen. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് സെക്കൻഡ് സെമ്മിലും ഉള്ളത്. നമ്മൾ ഫസ്റ്റ് സെമ്മിന്റെ ബുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ കൂടെ തന്നെ ക്യാപിറ്റൽ ലെറ്ററും കൂടെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെമിസ്റ്ററിൽ സ്മോൾ ലെറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. പക്ഷെ നമ്മൾ ഇപ്പൊ തന്നെ ഓൾറെഡി സെക്കൻഡ് സെമ്മിൽ ഉള്ളത് കൂടെ നമ്മൾ പഠിച്ചു. ഏകദേശം ക്യാപിറ്റലും സ്മോളും മുഴുവൻ എല്ലാവരും പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് നമുക്ക് ഈ ബുക്ക് വളരെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെയാണ് മിസ് സ്മോൾ ലെറ്റേഴ്സ് പഠിപ്പിച്ചപ്പോ അതിന്റെ കൂടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൂടെ എഴുതിച്ചത്. അപ്പൊ ഇത് നമ്മളിപ്പോ വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സെക്കൻഡ് സെമ്മിൽ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് UKGയുടെ ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ? സോ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ, then take your second semester book and listen. So in our second sum we are going to study about how to write capital letters. Then we are going to learn how to write capital A. We already know how to write capital A. And നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സ്പേസിൽ എന്ത് ചെയ്യുക? നന്നായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതി പഠിക്കുക. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ സ്മോൾ ലെറ്റേഴ്സ് മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതിയിട്ടുള്ളത് അല്ലേ? പക്ഷെ നമ്മൾ കോപ്പി ബുക്കിലൊക്കെ സ്മോളും ക്യാപിറ്റലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഈ സ്പേസിൽ നന്നായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതി പഠിച്ചാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് ഈ സെം കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, then let us write A, B, C and page number 14. A, B, C. Here is given capital A, B, C. Okay, page number 14. So, how to write capital A? Please write in your slate how to write capital A. Capital A. Capital A എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എയും ബിയും സിയും ഒക്കെ എഴുതി പോവാം അല്ലേ? ഫസ്റ്റ് draw a slanting line, again another slanting line, then here is a sleeping line. It is capital A. So ഒരിക്കലും ഇങ്ങനെ എ എഴുതരുത് കേട്ടോ. കുറെ പേരൊക്കെ ഇങ്ങനെ എ എഴുതാറുണ്ട്. സോ ഇങ്ങനെ ഒരിക്കലും എഴുതരുത്. എങ്ങനെ വേണം? രണ്ട് ലൈനും ഇവിടെ ടച്ച് ചെയ്യണം അല്ലേ? നെവർ റൈറ്റ് എ കർവ്. ഓക്കെ, നെവർ ഡ്രോ എ കർവ്. ഓൾവേസ് ഡ്രോ like this. Okay, this is capital A. Okay, capital A. Okay, ഇതാണ് ക്യാപിറ്റൽ എ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സ്പേസിൽ A, B, C. ഇറ്റ്സ് യുവർ ഹോംവർക്ക് ടുഡേ. ഇന്ന് നിങ്ങളുടെ ഹോംവർക്ക് അതാണ്. എന്ത്? A, B, C എന്നുള്ളത് മുഴുവൻ ആ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള സ്പേസിൽ A, B, C എന്നുള്ളത് നന്നായിട്ട് ആ ലൈനിൽ എഴുതുക. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ A ആണിത്. ദെൻ ആ പേജിന്റെ തന്നെ A എന്ന് എഴുതിയതിന്റെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്? ചെറിയൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ? എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ആണത് അല്ലെ? A as in which picture is that? ഏത് പിക്ചർ ആണത്? ഏത് പിക്ചർ ആണ് അതിന്റെ സൈഡിലുള്ളത്? ഏതാ മോളെ ഫാത്തിമ? എയ്റോപ്ലെയിൻ. ഓക്കെ, എയ്റോപ്ലെയിൻ അല്ലേ? എയ്റോപ്ലെയിൻ എന്ന് എങ്ങനെ എഴുതുക? അറിയാമോ എയ്റോപ്ലെയിൻ എന്ന് എഴുതാൻ വേണ്ടി? നമ്മൾ ഇനി കുറേശ്ശെയായിട്ട് വേർഡ്സ് പഠിച്ചു തുടങ്ങണം അല്ലേ? നമുക്ക് നോക്കാം എങ്ങനെയാണ് എയ്റോപ്ലെയിൻ എന്ന് എഴുതുക എന്ന്. ആൽഫബറ്റ്സ് മുഴുവൻ നമ്മൾ എഴുതിയില്ലേ? മുഴുവൻ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം?
വേർഡ്സ് എഴുതാൻ വേണ്ടി പഠിക്കണം അല്ലേ? ആദ്യം എന്തെഴുതുക? എയ്റോപ്ലെയിൻ എന്ന് എഴുതുമ്പോ ഫസ്റ്റ് ലെറ്റർ ഏതായിരിക്കും? ഏതായിരിക്കും മോളെ ഗായത്രി ഫസ്റ്റ് ലെറ്റർ? A. So the first letter is A. 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 അല്ലേ? ആദ്യത്തെ ലെറ്റർ ഇതാണ് A. എല്ലാവരും സ്ലേറ്റിലോ കയ്യിലുള്ള ബുക്കിലോ നോട്ട്ബുക്കിലോ A എഴുതിയേ. നമ്മൾ എയ്റോപ്ലെയിൻ എന്ന് എഴുതാൻ വേണ്ടി പോവാണ്. ഓരോ ദിവസം നമുക്ക് ഓരോരോ വേർഡ്സ് ആയിട്ട് പഠിക്കാം അല്ലേ? അപ്പൊ പതുക്കെ നമ്മള് വേർഡ്സ് പഠിച്ചു തുടങ്ങും. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽസും സ്മോൾ ലെറ്റേഴ്സും മുഴുവൻ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ പതുക്കെ വേർഡ്സ് എഴുതാം. ആദ്യം ഒക്കെ തെറ്റും, ബുദ്ധിമുട്ടുണ്ടാവും, ടഫായിട്ട് തോന്നും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് വന്നോളും. എയ്റോപ്ലെയിൻ. And which is the next letter? E. Okay. A-E-R-O. P. നമുക്ക് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതാം അല്ലേ? ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ എഴുതി. നെക്സ്റ്റ് ലെറ്റർ തൊട്ട് നമ്മൾ സ്മോൾ എഴുതാൻ പോവുകയാണ്. A-E-R-O-P-L-A-N-E. എയ്റോപ്ലെയിൻ. ഓക്കെ, എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻ മീൻസ് എന്താണ്? എയ്റോപ്ലെയിൻ എന്താണ്? എയ്റോപ്ലെയിൻ വിമാനമാണല്ലേ? വിമാനം അല്ലേ? എന്താണ്? ആകാശത്തിലെ കൂടെ, എയറിലെ കൂടെ ആണ് അതെപ്പോഴും മൂവ് ചെയ്യുക അല്ലേ? സോ എയ്റോപ്ലെയിൻ. സോ റൈറ്റ് ഇറ്റ് ഇൻ യുവർ സ്ലേറ്റ് ഓർ യുവർ എവിടെ? സ്ലേറ്റിലോ നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ? നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ആണോ, സ്ലേറ്റ് ആണോ? കുറെ പേരുടെ കയ്യിലൊക്കെ സ്ലേറ്റ് ആണ് ഉണ്ടാവുക. അതിൽ എന്ത് എഴുതുക? എയ്റോപ്ലെയിൻ എന്ന് പതുക്കെ ഓരോരോ വേർഡ് അയച്ച് പതുക്കെ എഴുതുക. ഫസ്റ്റ് എ എഴുതി. എ ക്യാപിറ്റൽ കൊടുത്തോളൂ കേട്ടോ. ഫസ്റ്റ് എ ക്യാപിറ്റൽ. എ ആണല്ലോ നമ്മളിപ്പം പഠിക്കുന്നത്. സോ എ. നെക്സ്റ്റ് എന്ത് എഴുതുക? സ്മോൾ ലെറ്റർ ഇ, ആർ, ഒ, പി, എൽ, എ, എൻ, ഇ. എയ്റോപ്ലെയിൻ. ഇറ്റ് ഈസ് എയ്റോപ്ലെയിൻ. ഓക്കെ. A-E-R-O, P-L-A-N-E. Aeroplane. എഴുതിയോ? ഫാത്തിമ എം ഒക്കെ എഴുതിയിട്ടുണ്ട്. A-E-R-O-P-L-A-N-E. എയ്റോപ്ലെയിൻ. പതുക്കെ എഴുതിയാ മതി. കുറച്ച് ടൈം എടുത്തിട്ടായാലും പതുക്കെ ഇത് നോക്കി എഴുതുക. A-E-R-O-P-L-A-N-E. എയ്റോപ്ലെയിൻ. ഓക്കെ. ഓക്കെ, എയ്റോപ്ലെയിൻ. എന്തൊക്കെയാണ് അതിന്റെ സ്പെല്ലിംഗ്? ഏതൊക്കെയാണ് ഗായത്രി? ഓരോരോ സ്പെല്ലിംഗ് ആയിട്ട് ഒന്ന് വായിച്ചേ മോളെ. ഏതൊക്കെയാണ് അതിലുള്ളത്? ഫസ്റ്റ് ലെറ്റർ ഏതാണ് ഗായത്രി? എ. നെക്സ്റ്റ് ഇ, ആർ, ഓ. നെക്സ്റ്റ് ഏതാണ്? പി,
L A N E ആണല്ലേ. അപ്പോ എയ്റോപ്ലെയിൻ ആണ് ഫസ്റ്റ് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് അല്ലേ, എയ്റോപ്ലെയിൻ. ഓക്കെ, സോ ലിസൺ വൺസ് അഗെയിൻ ഹൗ ടു റൈറ്റ്. Listen. First letter is A. Next E. R. എല്ലാവരും എഴുതിയതൊന്ന് നോക്ക് കേട്ടോ, ഏതൊക്കെയാണ് ലെറ്റേഴ്സ് എന്ന്. A, E, R, O, O, P, L, A, N, E. Aeroplane. Okay. Aeroplane. Okay. Aeroplane എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള വേർഡ് അല്ലേ. അപ്പൊ ഇതിന്റെ സ്പെല്ലിംഗ് നന്നായിട്ട് പഠിക്കുക, എയ്റോപ്ലെയിൻ. ഓക്കെ, ഇങ്ങനെ ഡെയിലി നമ്മൾ ഓരോ സ്പെല്ലിംഗ് പഠിച്ച് 5 വേർഡ്സ് ആവുമ്പോ മിസ് എന്ത് ചെയ്യും, ഡിറ്റേഷൻ പറയും. ഏതൊക്കെ വേർഡ്സ് ആണ് നാളെ ഡിറ്റേഷൻ ഉണ്ടത് പതുക്കെ പതുക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റൂല്ലേ. അപ്പൊ പതുക്കെ പതുക്കെ ഓരോ വേർഡ് ആയിട്ട് നമുക്ക് പഠിച്ചു വരാം. സോ ഫസ്റ്റ് വൺ ഈസ് എയ്റോപ്ലെയിൻ. ഓക്കെ, ഇറ്റ് ഈസ്. സോ വി ആർ സ്റ്റഡി how to write capital A. Capital A ആണ് നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് അല്ലേ. എങ്ങനെയാണ്? 2 slanting lines. Okay, 2 slanting lines touch with a slipping line. Okay, then draw a slipping line between this slanting line. This is capital A, and we study how to write aeroplane. Okay, aeroplane എന്ന് എങ്ങനെയാ എഴുതുക എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എങ്ങനെയാണ്? ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യുക? A. A is the first letter. A. Then small letter E. E. R. O. P. L. മിസ്സിന് ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ബാക്കി താഴെ എഴുതാണേ. A, E, R, O, P, L, A. Again, small letter A, N, E. Okay, aeroplane. Aeroplane എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഇന്ന്. A, E, R, O, P, L, A, N, E. നിഹാര, നിഹാൽ ശ്രദ്ധിക്കുന്നുണ്ടോ? എയ്റോപ്ലെയിൻ. അപ്പൊ ഇന്ന് എന്ത് ചെയ്യാ, നന്നായിട്ട് ഈ വേർഡ് എഴുതി നോക്കാം അല്ലെ. എയ്റോപ്ലെയിൻ, എയ്റോപ്ലെയിൻ, എയ്റോപ്ലെയിൻ എപ്പോഴും എഴുതി നോക്കുക. അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യില്ല, നമ്മൾ സ്പെല്ലിംഗ് മറന്നു പോവില്ല അല്ലെ. സോ എയ്റോപ്ലെയിൻ ഫാത്തിമ ഒക്കെ എഴുതിയിട്ടുണ്ട് നന്നായിട്ട്, 2-3 എയ്റോപ്ലെയിൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. സോ aeroplane is the word start with the letter A. Aeroplane. റിഷാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സോ എയ്റോപ്ലെയിൻ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. A, E, R, O, P, L, A, N, E. Aeroplane. Okay. Then which is the next alphabet after A? A കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് ആൽഫബറ്റ് ഏതാണ്? ഏതാണ് അഫിയ? A. B. B. So how to write capital B? All of you write in your slate capital B. എങ്ങനെയാണ് capital B എഴുതുക?
ഓക്കെ ഓക്കെ അഫി ഒക്കെ എഴുതി, മാനവ് എഴുതിയിട്ടുണ്ട്, ഹർഷാലും എഴുതിയിട്ടുണ്ട്, ക്യാപിറ്റലും സ്മോളും ഒക്കെ എഴുതിയിട്ടുണ്ട്, മാനവ് എഴുതിയിട്ടുണ്ട്. മാനവ് എയ്റോപ്ലെയിൻ, പിന്നെ ബി ബോൾ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ദെൻ next one is B, capital B. Okay. എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബി എഴുതുക അല്ലേ? നോക്കാം നമുക്ക്. First, draw a standing line like this. Then make a curve starting with the standing line and touch with the middle of the standing line and again touch with the end of the standing line. It is B. Okay. B, capital B. Capital B. നമ്മൾ already പഠിച്ചിട്ടുണ്ട് അല്ലേ? Capital B. Okay, Gayatri. Okay. Then listen once again. Draw a standing line. Then draw a curve. Again. B. Okay. Standing line. B. B. Okay. Okay. എല്ലാവരും എഴുതിയിട്ടുണ്ട്. Okay, very good. B. So, അവിടെ എന്തുണ്ട്? ആദ്യം എയുടെ താഴെ എയ്റോപ്ലെയിന്റെ പിക്ചർ കൊടുത്ത പോലെ ബിയുടെ താഴെയും ഒരു പിക്ചർ ഉണ്ട് അല്ലേ? എന്താണത്? ബിഫോർ ബോൾ അല്ലേ? ബിഫോർ ബോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം അല്ലേ? എല്ലാവരും എന്ത് ചെയ്യാ? എഴുതുക. സ്ലേറ്റിലോ നോട്ട്ബുക്കിലോ എന്താണോ കയ്യിലുള്ളത് അവിടെ എഴുതുക. സോ ഫസ്റ്റ് ലെറ്റർ എന്ത് കൊടുക്കാം? നമുക്ക് ക്യാപിറ്റൽ തന്നെ കൊടുക്കാം അല്ലേ? ബി. ബി. ഓക്കെ. ദെൻ എ. എ, സ്മോൾ എ. ഓക്കെ. ദെൻ എൽ. Again L. Ball. നോക്കാം. B. ഇതാണല്ലേ B. Then A. L. L. Okay. B. A. L. L. എല്ലാവരും എഴുതുക. B. A. L. L. Okay. Ball. Okay. So, listen. നമ്മള് രണ്ട് വേർഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എ ആണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി. So, the first one is ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് ക്യാപിറ്റൽ എ ആണ്. Then the word A, E, R, O, P, P, L, A, P, L, A, N, E, aeroplane, and then
Next letter is B. It is capital B. ഇതാണ് എന്ത് capital B അല്ലേ? B for ball. എവിടെ ball എന്ന് എഴുതും? Next B-A-L-L ball. Okay. Aeroplane, ball. Okay. ഈ രണ്ട് വേർഡ്സും ഒന്നുകൂടെ എല്ലാവരും സ്ലേറ്റിൽ എഴുതിയേ. എയ്റോപ്ലെയിൻ എഴുതുക, ബോൾ എന്ന് എഴുതുക. രണ്ടും എല്ലാവരും സ്ലേറ്റിലാണെങ്കിൽ സ്ലേറ്റിൽ, നോട്ട്ബുക്കിൽ എഴുതുന്നവര് നോട്ട്ബുക്കിൽ എഴുതുക. Aeroplane and ball. സ്പെല്ലിങ് നന്നായിട്ട് പറഞ്ഞോണ്ട് എഴുതുക. എയ്റോപ്ലെയിൻ, A-E-R-O-P-L-A-N-E. Aeroplane. B for ball. B-A-L-L. Okay. Capital ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ കൊടുത്തിട്ട് ബാക്കി നമുക്ക് സ്മോളിൽ തന്നെ എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. PALL സ്മോൾ ലെറ്റർ ആണല്ലോ നമ്മൾ ഇത്ര കൂടെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളത്. ബോൾ. ആൻഡ് ദ നെക്സ്റ്റ് ലെറ്റർ ഈസ് C. ക്യാപിറ്റൽ C അല്ലേ? എങ്ങനെയാണ് ക്യാപിറ്റൽ C എഴുതുക? എല്ലാവരും ഒന്ന് ക്യാപിറ്റൽ C കൂടെ എഴുതുക. ഇപ്പൊ എഴുതിയതിന്റെ താഴെ ക്യാപിറ്റൽ C. C. Okay. C. Listen. C. A, B, C. A for aeroplane. A-E-R-O-P-L-A-N-E. Aeroplane. Then B for ball. B-A-L-L. Ball. Then next one C. C for എന്ത് പിക്ചർ അവിടെ ഉള്ളേ? എന്ത് പിക്ചർ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്? C for ക്യാപ്പ് ആണല്ലേ? ക്യാപ്പ് ആണ് അവിടെ തന്നിട്ടുള്ള പിക്ചർ. നോക്കാം നമുക്ക്. ക്യാപ്പ്. C as in cap. So C. Then C A P ക്യാപ്പ്. നമ്മൾ ഓൾറെഡി ക്യാപ്പ് എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബോളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എയ്റോപ്ലെയിൻ ആണ് നമുക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് തോന്നുക. ഓക്കെ. C for ക്യാപ്പ്. ക്യാപ്പ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡാണ് ക്യാപ്പ്. C for ക്യാപ്പ്. C-A-P. So C for cap. C-A-P. Cap. C-A-P. Cap. Okay. C-A-P. Cap. Okay. A for okay മോളെ ഫാത്തിമ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എയ്റോപ്ലെയിൻ, ബോൾ, ക്യാപ്പ്. Okay.
അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കുക. ഏതൊക്കെ? ഫസ്റ്റ് ക്യാപിറ്റൽ എ അല്ലെ. നമ്മൾ ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ എ എഴുതാന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോ കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നും അല്ലേ? ക്യാപിറ്റൽ എ. എ ഫോർ എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻ സ്പെല്ലിംഗ് എന്താ? AEROPLANE എയ്റോപ്ലെയിൻ. The next one is എന്താണ്? B. B for ball. BALL ball. The next one C. C for cap. CAP cap. Okay. അപ്പൊ നെക്സ്റ്റ് ഡേയിൽ വരുമ്പോഴേക്കും, നെക്സ്റ്റ് ഡേയിൽ എന്നല്ല, ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യാ? ഇന്ന് രാത്രിയിലുള്ളിൽ മിസ്സിന് എന്ത് ചെയ്യാ? ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ABC എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയിട്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് എഴുതേണ്ടത്, എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ. എല്ലാവരും ചെയ്യുക നന്നായിട്ട്. എന്നിട്ട് എയ്റോപ്ലെയിൻ, ബോൾ, ക്യാപ്പ് ഈ 3 വേർഡ് നന്നായിട്ട് എഴുതി പഠിക്കുക. നെക്സ്റ്റ് ഡേ വരുമ്പോ മിസ് എന്ത് ചെയ്യും? നിങ്ങളോട് ഇതിന്റെ സ്പെല്ലിങ് ചോദിക്കും. അപ്പൊ അപ്പോഴേക്കും എന്ത് ചെയ്യണം? നന്നായി പഠിച്ചിട്ട് വേണം വരാൻ. എയ്റോപ്ലെയിൻ, ബോൾ, ക്യാപ്പ് ഈ 3 വേർഡും. ഓക്കെ, അത്രയും നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ സ്പെല്ലിങ് മറന്നു പോകരുത്. ഓക്കെ, ദെൻ ഇതിന്റെ ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഒരുപാടാവുമ്പോ എല്ലാ വേർഡും കൂടെ ഒന്നിച്ച് പഠിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും അല്ലേ? ഇപ്പോ 3 എണ്ണം പഠിച്ചല്ലോ. അപ്പൊ ഈ 3 എണ്ണം നന്നായിട്ട് പഠിക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്കിത് കവർ ചെയ്ത് പോവാം. ഓക്കെ, ദെൻ നന്നായിട്ട് ഇത് എഴുതാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും നന്നായിട്ട് പഠിക്കുക. ദെൻ മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ദെൻ ടാറ്റ, സി യു, ബൈ, സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നന്നായിട്ട് അത് 3 എഴുതിയിട്ട് ഇന്ന് തന്നെ മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ബൈ.